അനു ഹാപ്പി ആയിരിക്കുന്ന സമയങ്ങളിലാണ് അനുസ് ഹാപ്പി കോർണർ ആക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ അനുസ് ഹാപ്പി കോർണറിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ വടകരയിലെ വിശേഷങ്ങളാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ വടകരയിൽ താമസിച്ചപ്പോൾ അവിടെ എല്ലാവരും ഏച്ചിയും ഏച്ചിയുടെ കുട്ടികളൊക്കെ പൂനെയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു വെക്കേഷൻ ആഘോഷിച്ച കുറച്ച് സമയങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആയിരുന്നേ. ഒരു മെയ് മാസത്തിലൊക്കെ ഞങ്ങൾ വെക്കേഷൻ സമയങ്ങളിൽ, കുട്ടികളുടെ വെക്കേഷൻ സമയത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഗ്യാദർ ചെയ്തിരുന്നു വടകര വീട്ടിൽ. അപ്പോൾ അവിടെ മെയ് മാസത്തിൽ ലോകനാർക്കാവിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ലോകനാർക്കാവിൽ അമ്മയും വിഷ്ണു ഭഗവാനും ശിവഭഗവാനും ഒക്കെ ഒരുമിച്ചുള്ളൊരു 3 അമ്പലങ്ങളായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ലോകനാർക്കാവിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പുതുക്കിപ്പണിയിലും നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയൊക്കെയുടെ ഭാഗമായിട്ട് മെയ് 13 മുതൽ 18 വരെ അവിടെ ഉത്സവ ആഘോഷങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസങ്ങളിലും പറ്റുന്ന പോലെ തന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും വൈകുന്നേരങ്ങളിലാണ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവരുടെ സമയങ്ങൾ അവർ എൻജോയ് ചെയ്യാറുണ്ട്. കളിച്ചു സന്തോഷിച്ചൊക്കെ അവർ അങ്ങനെ ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഇതുപോലെ അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ നിറയെ ചുറ്റുവിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിറയെ ചുറ്റുവിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് ആ അമ്പലത്തിലേക്ക് കയറാൻ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യവും ചൈതന്യമൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന കുറേ സമയങ്ങളായിരുന്നു ആ സന്ധ്യ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു സഹസ്രദീപം, ആ ഒരു വിളക്കിൻ്റെ താഴെ നമ്മൾ നിൽക്കുമ്പോൾ അത്രയും ഒരു എനർജിയൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പോലെയുള്ളൊരു ഫീലായിരുന്നു ലോകനാർക്കാവിൽ അമ്മയുടെ മുമ്പിൽ അന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്കും കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സന്ധ്യ നേരത്തുള്ള അമ്പല ദർശനം നല്ലതായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ താഴെ വിഷ്ണുവിൻ്റെ അമ്പലത്തിലുള്ള ധ്വജപ്രതിഷ്ഠ, അതായത് അവിടെ പുതിയൊരു ധ്വജം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വലിയൊരു കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ കുറേ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പൂജയും നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് അന്ന് കാണാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു.
കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ നമ്മൾ എൻജോയ് ചെയ്തത് ഒരു സിനിമ കണ്ടിട്ടായിരുന്നു. ഞങ്ങളൊരു മൂവി കാണാനായിട്ട് തിയേറ്ററിൽ പോയപ്പോഴാണ് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും കൂടി സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈം കിട്ടിയത്. നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നൊരു സിനിമ കാണാനായിട്ടാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് നാൾ മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത കുറേ വെക്കേഷൻ ടൈമൊക്കെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഒരു പക്ക എൻ്റർടൈനറാണ്. അപ്പോൾ OTTയിലേക്ക് ഇപ്പോൾ കളിക്കുന്നുണ്ട്, കാണാത്തവർ പോയി കാണുക. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വടകരയുടെ ഹൃദയഭാഗത്തുകൂടി ലവ്ലി ബേക്കറിയൊക്കെ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന വടകര ഫാൻസ് ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിലൂടെയൊക്കെ നമ്മൾ നടക്കുമായിരുന്നു. എൻ്റെ ഋതു ബേബിയുടെ LKG ലൈഫ്, അതായത് സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും പിന്നെ ആരും ധാരയും ഞങ്ങളുടെ ചേച്ചിയുടെ കുട്ടികളായ ആരുവിൻ്റെയും ധാരേൻ്റെയും സ്കൂള് വെക്കേഷൻ ടൈമൊക്കെ ആയിരുന്നു അവർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു വെക്കേഷൻ ടൈമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് സമയങ്ങളിലാണ് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നത്. അത് മാക്സിമം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ് മൈ വീഡിയോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ഫാമിലി വ്ളോഗ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. അത് കൂടാതെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ. ഓക്കെ ബൈ, സീ യു.